വിജയണ്ണ നിങ്ങള് കോച്ചേരിയിലെ അമ്മായിട്ടണ പോലെ കാര്യം കഴിയുമ്പോ മുണ്ടുപോക്കി കാണിക്കണ പരിപാടി കാണിക്കരുതിട്ടാ. നീങ്ക അന്ത തണ്ണി എല്ലാം കൊണ്ടുപോയിട്ട് അവിടെ വ്യവസായം പണി അന്ത പൊരുളെല്ലാം ഇന്ത കേരളാക്കി അണപ്പി വിട്ട അത് ഇങ്ങ മേടിക്കതുക്ക് ആള് കിടക്കില്ലേ. இந்த மாதிரி അവിടെ മുല്ലപ്പെരിയാലില് തണ്ണി ഇങ്ങനെ മേലെ എത്തി വിട്ടാല് അതെല്ലാം തവിട് പൊടിയിട്ട് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ഞങ്ങളെവിടെ പോവും? പിന്നെ നിങ്ങളതിനൊക്കെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് ഞങ്ങള്. വിജയണ്ണനൊക്കെ എന്തുമാതിരി സപ്പോർട്ട് ഞങ്ങളിവിടെ കേരളത്തിലുള്ള ആൾക്കാർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ മറന്നാ നെഞ്ചിൽ കുടിയിരിക്കും തമ്പികളെ ഇപ്പോ മുമ്പിക്കോന്ന് പറഞ്ഞ പോലത്തെ പരിപാടി കാണിക്കരുതിട്ടാ. ഇവിടുത്തെ കേരളത്തിലുള്ള രാഷ്ട്രീയക്കാരോടും ജനപ്രതിനിധികളോടൊക്കെ ഇതിനൊക്കെ ശക്തമായ ഒരു നിയമം കൊണ്ടുവരണം. ഒരു ഇറ്റ് വെള്ളം കൂട്ടാനുള്ള പരിപാടി നടക്കില്ല. ഒന്നാമത് നമുക്ക് എല്ലാവർക്കും അറിയാം അത് മുല്ലപ്പെരിയാറിന്റെ ശോചനീയാവസ്ഥയും അതിന്റെ ബലക്ഷയൊക്കെ എത്രമാത്രം ഉണ്ട്, അതിന്റെ സ്ട്രോങ് എത്രമാത്രം ഉണ്ടെന്നൊക്കെ. അത് ഡീകമ്മീഷൻ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ഡീകമ്മീഷൻ ചെയ്തിട്ടും പുതിയൊരു മാർഗം സ്വീകരിക്കണോ. അതിന് നമ്മൾ കേന്ദ്രത്തില് ശക്തമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തിയിട്ട് അതിനുള്ള കാര്യങ്ങളും നിയമ നടപടികളും ഉണ്ടാക്കണോ. ഇത് അവര് തമിഴ്നാട്ടിലുള്ള ആൾക്കാർ പറയാം വെള്ളം ഇനിയും കൂട്ടണം വെള്ളം ഇനിയും കൂട്ടണം പറഞ്ഞാൽ നമ്മുടെ എങ്ങോട്ട് ഭൂതമൊക്കെ കൂടി പൊട്ടി വലിച്ചിട്ട് വന്നു കഴിഞ്ഞാല് ഒന്നാമത് ചെളി നിറഞ്ഞിട്ട് അത് വേറെ വകുപ്പായേക്കണി. ഇതൊക്കെ ആരോട് പോയി പറയണേ? എന്താണ് എന്തമാതിരി എല്ലാം വിജയണ്ണ കുറച്ച് യോസിച്ച് തിങ്ക് പണി முடிவு பண்ணிடு. കേരളാവിൽ ഇരിക്കണ ഞങ്ങൾക്ക് ഉയിരിക്കില്ല, ഞങ്ങൾക്ക് ഫാമിലി ഇരിക്കില്ല, ഞങ്ങൾക്ക് സ്വത്ത് എല്ലാം ഇങ്ങനെ അതെല്ലാം കൂടി ഇങ്ങോട്ട് വന്നാ കോച്ചേരി അമ്മായി പറഞ്ഞ പോലെ ഇതാ കെടുക്കണ നിങ്ങളെ ചക്കര കഞ്ഞി എന്ന് പറഞ്ഞ പോലെ ആവും. അതുകൊണ്ടാണ് കേട്ടാ നിങ്ങളെ പരിപാടികൾ നടക്കട്ടെ. നമ്മളിവിടെയൊക്കെ തന്നെ ഉണ്ട് ചതറട്ടെ.